പറഞ്ഞാൽ ഒരു 10 പേര് ഏറ്റവും ചുരുങ്ങിയത് കഥ പറയാൻ സമീപിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത് 10 ദിവസമാകുമ്പോൾ 100 പേരായി. അപ്പൊ ഈ 100-ൽ 2 കഥ ഉക്കറിനായിരിക്കും നമുക്കറിയാം. പക്ഷെ നമ്മളത് എങ്ങനെ അറിയും ഈ ആരുടെ കയ്യിൽ ഏത് കഥയാണ് നല്ലത്? ചെന്നൈ എയർപോർട്ടിൽ രാവിലെ 7 മണിയുടെ ഫ്ലൈറ്റ് ഉണ്ടോ, 7 മണിക്ക് എയർപോർട്ടിൽ ഒരുത്ത മുതൽ ഇക്ക ഒരു ഫോട്ടോ എടുക്കും. നേരെ വാസി പറഞ്ഞ് എടുത്തോണ്ട് പോകുന്നു. ഇക്കാനെടുക്ക് നേരെ ഫോണോയിലേക്ക് കൊടുത്തു, അല്ല ആസിഫിലേക്ക് കൊടുത്തു. അപ്പൊ രാവിലെയാണ്, വെളുപ്പാങ്കലാണ്. അപ്പൊ ഫോണിൽ നിൽക്കുന്നു, ആസിഫിന്റെ കൂടെ നിൽക്കുന്നു. ഞാനിപ്പോ ആസിഫ് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കട്ടോ, അവന്റെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇവനെ ആസിഫിന്റെ കണ്ണട പിടിച്ച് മാറിയിട്ട് ഇക്കടെ കണ്ണൊന്ന് കാണണ്ടേ, കാണുന്നത് ഉല്ലാസം വലിച്ചു. ബിഹേവ് ചെയ്യൽ എളുപ്പമാണ്, ശരിക്കും ബിഹേവ് ചെയ്യൽ എളുപ്പമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് 4 പേർക്ക് നിങ്ങളുടെ 4 പേരുടെ സ്റ്റൈലാണ്. നിങ്ങൾ നിങ്ങളുടെ 4 പേരുടെ സ്റ്റൈലിൽ സംസാരിച്ചാൽ ബിഹേവിയറായി. അഭിനയം അതല്ല. അമ്പലത്തിൽ അച്ചൂട്ടിയായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റില്ല, അഭിനയിക്കണം. സേതുമാധവനായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല, അഭിനയിക്കണം. അത് അഭിനയം ഡിമാൻഡ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. ഇത്തരത്തിലൊരു പടം ചെയ്യാനായിരിക്കും ഇനി അടുത്തത്. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ കഥകൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ വീണ്ടും. എങ്ങനെ സമീപിക്കണം? ഇപ്പൊ വളരെ എളുപ്പമല്ലേ, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഈസി ആയിട്ട് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഒരു ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് സംസാരത്തിൽ നിന്ന് ഞാൻ ആദ്യം ചോദിക്കുന്നത് ജോണർ എന്താണെന്നാ ചോദിക്കുന്നത്. എന്ത് ജോണറിൽപ്പെട്ട കഥയാണ് എന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ പറയും ഇന്ന ജോണറാണ്, ഇന്ന പോലെ ഇന്ന ആൾക്ക് ചെയ്യാൻ പറ്റിയൊരു കഥയാണ്. അങ്ങനെയാണ് സംസാരം ഉണ്ടാവുന്നത്. പിന്നെ എല്ലാ കഥയും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതിപ്പോ ഞാൻ നല്ല നിങ്ങളായാലും ആർക്കും പറ്റും. നമുക്ക് വരുന്ന മെസ്സേജുകൾക്കെല്ലാം അപ്പൊ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇതിനകത്ത് ആരാ ഏത് കഥയാണ് നല്ലത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് അതിനുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ വെച്ച് നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ അവരോട് പറയുക, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഓൺ റിസ്കിൽ അവരോട് പറയുക. അവർ കേട്ടിട്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ അടുത്തേക്ക് വഴിതിരിച്ചു ഇതേ മാർഗമുള്ളൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോടെ നമ്മളിപ്പോ ഒരു ദിവസം ഒരു എക്സാജറേഷൻ ഇല്ലാതെ പറഞ്ഞാൽ ഒരു 10 പേര് ഏറ്റവും ചുരുങ്ങിയത് കഥ പറയാൻ സമീപിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത് 10 ദിവസമാകുമ്പോൾ 100 പേരായി. അപ്പൊ ഈ 100-ൽ 2 കഥ ഉക്കറിനായിരിക്കും നമുക്കറിയാം. പക്ഷെ നമ്മളത് എങ്ങനെ അറിയും ഈ ആരുടെ കയ്യിൽ ഏത് കഥയാണ് നല്ലത്? സോ നമ്മൾ ആൾക്കാരെ അലോക്കേറ്റ് ചെയ്യില്ലേ മാർഗമുള്ളൂ, വേറെ മാർഗമില്ല. കേൾക്കാനുള്ള ആൾക്കാരെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ട്രസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ല ഇപ്പൊ ഈ തലവൻ 2 ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്റേഴ്സിന്റെ സൈഡിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന വലിയൊരു ഭാഗം ഈ തിയേറ്റർ ഓണേഴ്സ് ആണ്. അത് സൺഡേ ഹോളിഡേ മുതലാണ് ഇവര് നമ്മളെ എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ തിയേറ്ററുകാരൊന്നും അല്ല. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വിളിക്കാറുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കാറുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വിളിക്കാറുണ്ട്, കൊല്ലത്ത് നിന്ന് വിളിക്കാറുണ്ട്, എറണാകുളത്ത് നിന്ന് വിളിക്കാറുണ്ട്. റെഗുലറായിട്ട് വിളിക്കുന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ സിനിമയല്ല വേറെ സിനിമയാണെങ്കിൽ നല്ല സിനിമ വരുമ്പോൾ എന്നെ വിളിച്ച് പറയും ഒരു സിനിമ ഇറങ്ങേണ്ടത് ഓടും കേട്ടോ സാർ എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഈ തലവൻ കഴിഞ്ഞപ്പോ ഈ പറയുന്ന തിയേറ്ററുകളെല്ലാം വിളിച്ചു പറഞ്ഞാൽ തലവൻ 2 ചെയ്യാൻ ലേറ്റ് ആവരുത്. പണ്ടത്തെ പോലെ ഒരു സിനിമ കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് അങ്ങനെ വെക്കരുത്, അടുത്ത വർഷമെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അത് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. തലവൻ 2 ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് സൂപ്പർ സ്ട്രക്ചർ കാര്യമുണ്ട്. അത് ഓൾറെഡി ഷൂട്ട് ചെയ്യുമ്പോഴേ ഉണ്ട്. ഈ തലവൻ ഷൂട്ട് ചെയ്യുമ്പോഴേ തന്നെ സെക്കൻഡ് പാർട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അതിനുള്ള കുറെ സംഗതികൾ ഇട്ടിട്ട് പോയിട്ടുണ്ട് ഈ സിനിമയിൽ. എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡ്സ് കൃത്യമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. അത് ഇതാണ് അത് ഇപ്പൊ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ ഇപ്പോഴത്തെ അതിന്റെ ഉത്തരങ്ങൾ പറയാൻ പോയാൽ ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സ് നന്നാവത്തില്ല. അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ നിൽക്കണം. അതിങ്ങനെ മിസ്റ്ററി ആയിട്ട് നിൽക്കണം. നമ്മളൊന്നും എഴുതി കാണിക്കാതെ ആൾക്കാർക്ക് മനസ്സിലായി സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് ആൻസർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇങ്ങനെ OTT-ൽ വരുമ്പോഴത്തേക്കും കുറെ കൂടെയൊക്കെ അതിനകത്ത് ചർച്ചകൾ വരുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനകത്ത് മേജർ 2-3 കാര്യങ്ങൾ നമ്മൾ പറയാൻ ബാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഷൂട്ട് ചെയ്യുമ്പോഴേ അങ്ങനെ തന്നെയാണ്, മനഃപൂർവ്വം തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഈ തലവൻ ടീമിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെന്റ് കമലഹാസനുമായിട്ട് അദ്ദേഹമായിട്ടൊരു ഇന്ററാക്ഷൻ ആണ്. അദ്ദേഹം സിനിമ കണ്ടു അഭിപ്രായങ്ങളും ആ ഒരു എക്സ്പീരിയൻസ്. കാരണം എനിക്കൊന്നും ലൈക്ക് ഇപ്പോൾ എനിക്കൊന്ന് അതിനുശേഷം വരുന്ന ഒരു ഇന്റർവ്യൂസിൽ ഒന്നായിരിക്കും. അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ. അതായത് കമൽ സാറിന്റെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ നമ്മൾ സംസാരിക്കുന്ന ഒരു ട്യൂസ്ഡേ ആണ്, കറക്റ്റ് ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം സിനിമ കാണുന്നത്. അത് ഈ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ സിനിമ അങ്ങനെ അവരവരുടെ തിയേറ്ററിൽ കാണുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സൺഡേ ഹോളിഡേയിലാണ്. ആദ്യമായിട്ട് യൂസഫ് അലി സാഹിബിന്റെ വീട്ടിൽ നിന്ന്
കൊച്ചിയിലെ വീട്ടിൽ നിന്ന് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു പറയുന്നു, നമ്മൾ ഇന്ന് ലൈസൻസ് കൊടുക്കുകയാണ് കേട്ടോ അവരുടെ വീട്ടിൽ നിന്ന് കാണാൻ. അപ്പൊ 24 hours കാണാം. എനിക്ക് തോന്നുന്നു മമ്മൂക്കയും ലാൽസാറും ഒക്കെ പടം കാണുന്നത് അങ്ങനെയാണ്, അത് തിയേറ്ററിൽ പോയിട്ടല്ലോ. അപ്പൊ നമ്മുടെ സിനിമ കാണണമെങ്കിൽ നമ്മൾ UFO ക്യൂബ് വഴി അവരുടെ തിയേറ്ററിലേക്ക് ലൈസൻസ് കൊടുക്കുന്നു. അത് 24 hours നമ്മൾ എപ്പോഴും കണ്ടു തീർക്കാം. അതൊരു പുതിയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചില പലർക്കും അത് അറിയണ്ടാവില്ല. പലരും ഇപ്പൊ നമ്മള് CD കൊടുക്കുകയാണെന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അതൊന്നുമില്ല, അങ്ങനെ പെൺഡ്രൈവ് അതൊന്നുമില്ല. ലൈസൻസ് ആണ്. ഡയറക്റ്റ് ക്യൂബിൽ നിന്ന് അവരുടെ തിയേറ്ററിൽ കാണും. 24 hours കാണാൻ പറ്റും. 24 hours നമ്മൾ എപ്പോ വേണേ കണ്ടു തീർത്താൽ മതി. അപ്പൊ അത് അങ്ങനെയാണ് ഇവരൊക്കെ പടം കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാറ് കണ്ടിട്ടുള്ള പടം. ബുധനാഴ്ച തന്നെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാം എന്നുള്ളൊരു കോൾ വന്നു. അദ്ദേഹത്തിന് താല്പര്യം നമ്മള് അവരെങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്ത് തിരക്കിലാണ് എന്തിന്റെ പുറകെയാണെന്ന് അവർക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നാണ് അപ്പോ നമുക്ക് ഇനിയിപ്പോ നമ്മൾ അന്റാർട്ടിക്കയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിന് ചെന്നൈ പോകുന്നു. വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴാണ് സാറ് വരുന്നത്. അതിപ്പോ നമ്മൾ ഈ ഇരിക്കുന്ന പോലത്തെ സ്പേസിന്റെ ഒരു 10 ഇരട്ടിയുള്ള ഒരു സ്പേസ് ആണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. ഭയങ്കര ഇതേപോലത്തെ കോൺഫറൻസ് ടേബിളുകൾ 3 എണ്ണം കിടക്കുന്നുണ്ട്. ഒരു 5-6 പേർക്ക് ഇരിക്കാവുന്ന സോഫ കൗച്ചുകൾ അതൊരു 6-7 സ്ഥലത്ത് കിടക്കുന്നുണ്ട്. അത്രയും വൈറ്റ് സ്പേസ് ആണ്. വലിയൊരു സ്പേസിൽ അദ്ദേഹത്തിന്റെ മാനേജർ ഒരു ക്യാബിനറ്റ് ഉണ്ട്. ഈ ഒരു ഫ്ലാറ്റിന്റെ മുകളിലാണ്, അദ്ദേഹത്തിന്റെ മാത്രം ഫ്ലാറ്റാണത്. ആ ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ ലിഫ്റ്റ് മുതൽ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് കാലെടുത്ത് വെച്ചാൽ കാറിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിലേക്ക് കയറിയാൽ കേൾക്കുന്ന മുഴുവൻ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സാറിന്റെ പടത്തിലെ പാട്ടുകളാണ്. അത് കഴിഞ്ഞ് അകത്തേക്ക് വരുന്നു. വൺ ഹോസ്പിറ്റാലിറ്റിയാണ്. എല്ലാം അവിടെ സിസ്റ്റമാണ്. നമുക്ക് ചായ കൊണ്ടു തരുന്ന ആൾ ഉൾപ്പെടെ എല്ലാവരും വളരെ ഗ്രൂം ചെയ്യപ്പെട്ട ആൾക്കാരാണ്. നമുക്ക് മനസ്സിലാവും. കറക്റ്റ് സാറ് 5:30 പറഞ്ഞേക്കണം. ഞങ്ങൾ 5 മണിക്ക് കയറി കാപ്പി കുടിയെല്ലാം കഴിഞ്ഞു, മാനേജറോട് സംസാരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 5:25 ഒരു ടെൻഷൻ വരാറായി. ആള് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, സാറ് വരുന്നത് ഈ സൈഡിൽ നിന്ന്. അപ്പൊ ഞാൻ ഈ ആസിഫിന്റെയും ഇവരുടെയൊക്കെ മുഖത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വരുമ്പോ ഇവരുടെ ഫേസിൽ ഇത് കാണുമല്ലോ എന്നുള്ളത്. കറക്റ്റ് ഒരു 5:32 ആയപ്പോഴത്തേക്കും ഇവരെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്നവരെല്ലാം പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് എല്ലാവരും അറിയാതെ എണീറ്റ് ഭയങ്കര ഡാർക്ക് ബ്ലൂ ടീഷർട്ട് ഇട്ടിട്ട് തൊപ്പി വെച്ച് സാറ് നടന്നു വരുന്നു. ഒയ്യോ, എന്റെ ജീവിതത്തില് അപ്പൊ നമുക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ ഈ സിനിമ ഇപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞതാണ്. അവിടെ വെച്ചു സാർ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കാണുമ്പോ ഞാൻ എത്ര 10ാം ക്ലാസ്സിലോ മറ്റേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ 2 റിലീസ് ആകുമ്പോഴാണ്. അപ്പോൾ ഇന്ത്യൻ 2 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ചെയറിൽ നമ്മൾ ഇരിക്കാനുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ടേബിളിന് ചുറ്റും ഇരിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടായി. അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ നമ്മൾ സിനിമയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഉറപ്പായിട്ടും മൊത്തം മലയാള സിനിമയെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. അതായത് ഈ ഞങ്ങൾ തമ്മിലുണ്ടായ 45 മിനിറ്റോളമാണ് സംസാരം ഉണ്ടായത്. ഈ 45 മിനിറ്റും മലയാള സിനിമയ്ക്ക് വന്ന മാറ്റത്തെ കുറിച്ചാണ് സാറ് സംസാരിച്ചത്. ഭയങ്കരമായിട്ട് സിനിമ മാറിപ്പോയെന്നും മമ്മൂക്കയെ കുറിച്ചും ലാൽസാറിനെ കുറിച്ചും വാതോരാതെ സംസാരിച്ചു. ഇവിടെ വേഴ്സറ്റൈലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ ബാക്ക് ടു ബാക്ക്. ഒരു സിനിമ പോലെ വേറെ സിനിമയില്ല, പക്ഷെ എല്ലാ ഹിറ്റുകളാണ്. അത് ഭയങ്കര അത്ഭുതത്തോടെയാണ് ഈ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മലയാള സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ജോസ് പ്രകാശ് സാറുമായിട്ട് അദ്ദേഹത്തിനുണ്ടായ സൗഹൃദത്തെ കുറിച്ചും കൊച്ചി കായലിലൂടെ ബോട്ട് യാത്ര നടത്തിയതിനെ കുറിച്ചും നല്ല നാടൻ ഫുഡ് കഴിച്ചതിനെ കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാതെ കൊച്ചിയിൽ വന്ന് ഞാൻ ജോസും കൂടെ വട്ടക്കായലിൽ ഇങ്ങനെ ബോട്ടിൽ ചുറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഇങ്ങനെ സാറിന് എല്ലാം പറഞ്ഞു വരുന്ന സിനിമയെ കുറിച്ച് മാത്രമേ ഉള്ളൂ. എത്ര നേരം വേണമെങ്കിലും സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് ഒരിക്കലും മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളുടെ മൊബൈൽ ഫോണിലൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, ക്യാമറ എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ പറ്റില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന മുഴുവൻ സംസാരം തുടങ്ങുമ്പോൾ മുതൽ 2 പ്രൊഫഷണൽ ക്യാമറമാന്മാര് തലങ്ങും വലങ്ങും 360 ഡിഗ്രി നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ വീഡിയോ അല്ല ഞാൻ പറയുന്നത്, സ്റ്റിൽസ്. എല്ലാവരുടെ ക്ലോസും സാറിന്റെ ഭയങ്കര മറ്റും മറിച്ചും എല്ലാം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ 2 പേരും ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞ അത്രയും പ്രൊഫഷണൽ ആണെന്ന് പറയാം. അത്രയും പ്രൊഫഷണൽ ആണ്.
അതായത് ഇപ്പൊ നമുക്കറിയാലോ എന്ത് സംഭവിക്കാൻ പോകും. നമ്മുടെ ആൾക്കാരുടെ സോറല്ലേ കമലഹാസൻ സാറിന്റെ കൂടെ സാറേ ഒരു സെൽഫി എടുത്ത് മനസ്സിലായോ? ഞാനും ആസിഫും കൂടെ ഈ ചെന്നൈയിൽ നിന്ന് വരികയാണ് ഈ സാറിനെ കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ച വരിക. ഇപ്പൊ ചെന്നൈ എയർപോർട്ടിൽ രാവിലെ 7 മണിയുടെ ഫ്ലൈറ്റ് ആണോ, 7 മണിക്ക് എയർപോർട്ടിൽ എടുക്കുമ്പോൾ ഒരുത്തം മധുര ഇക്ക ഒരു ഫോട്ടോ എടുക്കും. നേരെ വാസി പറഞ്ഞ് എടുത്തോണ്ട് പോകുന്നു. ഇക്കാണ് എടുക്കുക. നേരെ ഫോൺ അവനെ കൊടുത്തു. അല്ല ആസിഫിന്റെ കൊടുത്തു. അപ്പൊ രാവിലെയാണ്, വെളുപ്പാങ്കാലമാണ്. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കുന്നു, ആസിഫിന്റെ കൂടെ നിൽക്കുന്നു. അപ്പൊ ഞാനിപ്പോ ആസിഫ് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കട്ടോ, അവന്റെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ തുടങ്ങും. ഇവനെ ആസിഫിന്റെ കണ്ണട പിടിച്ച് മാറിയിട്ട് ഇക്കടെ കണ്ണൊന്ന് കാണണ്ടേ കാണുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് വലിച്ചു കുടിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ അവരവരുടെ മനസ്സിലായോ? അല്ല കുറച്ച് സ്നേഹം കൂടി കഴിയുമ്പോഴേ കമലഹാസൻ സാറിന്റെ അടുത്ത് സാർ ഇനി ഇങ്ങനെ ഇനി ഹൊറിസോണ്ടലായിട്ട് പടം എടുത്തതൊക്കെ പറഞ്ഞു കളയുന്നില്ല. അതുകൊണ്ട് അതൊക്കെ വളരെ പ്രൊഫഷണലാണ്. അവരുടെ കൂടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞ ഈച്ച് ആൻഡ് എവറിത്തിങ് അതൊരു സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതൊരു കമൽ സാറിനെ കണ്ട അത്രയും തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ അത് പോയി എന്ന് പറയുന്നത്, അവിടെ പോയി കണ്ടു എന്ന് പറയുന്നത്. കമലഹാസൻ സാറോട് സംസാരിച്ച സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അപ്പോൾ തലവൻ 2 കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹം ഏറ്റവും സംസാരിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഒന്നും ചോദിച്ചിട്ടില്ല. പുള്ളി ചോദിച്ചു സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും ഉണ്ടാവും സാർ, ഉറപ്പായിട്ടും ഉണ്ടാവും, ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. പുള്ളി ദ ഓൺലി തിങ് ഈസ് നമ്മൾ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്ത ആൾക്കാർ നന്നായി എന്ന് പറഞ്ഞ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ടിന് നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ ഇമേജോ കാര്യങ്ങളോ ഹൈപ്പോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. സെക്കൻഡ് ഹാഫിന് ഇത് കണ്ട ആൾക്കാരാണ് ഇത് കാണുന്നത്. സോ ഇപ്പോഴും ഇതിനേക്കാൾ നല്ലതായിരിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ 2 ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ത്യൻ നമ്മളെ വല്ലാണ്ട് അതിശയിപ്പിച്ച ഇന്നത്തെ ഇപ്പം ജിസ്റ്റോ എന്ന് പറഞ്ഞ സംവിധായകന് ഇപ്പോൾ ലൈക്ക് ഏത് ആർട്ടിസ്റ്റിനോട് മലയാളത്തിൽ ഇപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ലൈക്ക് ഉറപ്പായിട്ടും കഥ കേൾക്കാനും ഒരു കാരണം അത്രയും ചെയ്തൊരു ഹിറ്റ് ട്രാക്ക് ഉണ്ട്. ഇപ്പോൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ലാലേട്ടൻ മമ്മൂക്ക ഇവരിലേക്ക് ജിസ്റ്റോ എന്ന് പറഞ്ഞ സംവിധായകൻ ലൈക്ക് പിച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനിയും ഇതുവരെ രണ്ടുപേരുടെയും കൂടെ ലാൽ സാറിന്റെ കൂടെ കുറെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഡയറക്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ആഡാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സിനിമ ചെയ്യണമെന്ന് ഉറപ്പായിട്ടും നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു ഫിലിം ഡയറക്ടറിന്റെയും സ്വപ്നമായിരിക്കും ഈ 2 പേരെ വെച്ച് സിനിമ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ സ്ക്രിപ്റ്റ് അത്രയും സൗണ്ട് ആയിരിക്കണം. കാരണം ഒരിക്കൽ നമുക്ക് എൻട്രി കിട്ടിയാൽ പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒരു എൻട്രി എളുപ്പമായിരിക്കില്ല. സോ ആ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഞാനും എൻ്റെ ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ അതും ഒരു ബ്ലെസ്സിങ് ആണ്. എവിടെ നിന്നോ ഒരു ബ്ലെസ്സിങ് കിട്ടാനുണ്ട്. എല്ലാം കൂടെ ഒത്തു വന്നാൽ, കാരണം ഒരു ഡയറക്ടറുടെ സ്വപ്നമാണ്. കാരണം ഇപ്പൊ ജാൽസാറിനെ വെച്ച് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ഫാസ്റ്റാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പരസ്യങ്ങളൊക്കെ. ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്ത കുറേ വലിയ പരസ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു എല്ലാ മനുഷ്യരുടെയും പോലെ എന്റെയും സ്വപ്നമാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു ക്ലീഷേ ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാണ്, അല്ലു അർജുന്റെ അടുത്ത മൂവി എപ്പോഴായിരിക്കും? അല്ലു അർജുന്റെ ഈ പുഷ്പയുടെ ഹിറ്റ് ആണ് ശരിക്കും എനിക്ക് തോന്നുന്നു. കുറെ സംവിധായകരുടെ അല്ലെ പുഷ്പ ഹിറ്റ് ആയതോടുകൂടി അദ്ദേഹം ഡേറ്റ് കൊടുത്തിരിക്കുന്ന കുറെ സംവിധായകരുടെ പടങ്ങൾക്ക് നീണ്ടുപോയല്ലോ. കാരണം ഉറപ്പായിട്ടും ഇപ്പൊ പുഷ്പ ഇറങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞു, അതായത് 2 വർഷമാവും, 2 വർഷമായി. ഇതിനിടയ്ക്ക് അല്ലുവിന്റെ 2 സിനിമയെങ്കിലും റിലീസ് ചെയ്യേണ്ടതാണ്. പക്ഷെ പുഷ്പ ഇങ്ങനെ വല്ലാത്തൊരു ഹിറ്റ് അടിച്ചതോടുകൂടി ഇവർ പുഷ്പ 2 ഇമീഡിയറ്റ്ലി ചെയ്യണം എന്നൊരു സ്കീമിലേക്ക് വരികയും അതിന് ഓവർഡൂ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആദ്യം എന്നോട് ജൂലൈ ബ്ലോക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പോ മെസ്സേജ് വന്നിരിക്കുന്നത് ഓഗസ്റ്റിലാണ് ഡബിംഗ് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഓഗസ്റ്റ് 15 റിലീസ് എന്നൊക്കെ ഞാൻ ഡിസംബറിലേക്ക് മാറ്റി. അവരുടെ പടങ്ങളൊക്കെ അങ്ങനെയാ മാറിപ്പോകുന്നു. ഇപ്പൊ 1 മാസം 2 മാസം ഒന്നുമല്ല, ഒറ്റയടിക്ക് 6 മാസമൊക്കെ മാറി. അല്ല അത്രയും വലിയ ഇൻഡസ്ട്രി ആണല്ലോ. സുകുമാർ സാറ് ഞാൻ എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഈ തലവൻ റിലീസുമായി ബന്ധപ്പെട്ട് ദുബായി ചെന്നപ്പോഴാണ് അവിടുത്തെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് എനിക്ക് വിളിച്ചിട്ട് ഫോണിൽ കണക്ട് ചെയ്ത് തന്നു, പുഷ്പയുടെ ഡയറക്ടറായിട്ട്. കുറെ നേരം സംസാരിച്ചു. തലവൻ കാണാനുള്ള സെറ്റപ്പ് ഹൈദരാബാദ് ഒരുക്കുകയാണെങ്കിൽ ഞാൻ പടം കാണാം എന്ന് പുള്ളി പറഞ്ഞു.
ഇപ്പോൾ കൂട്ടുകാരൻ മീൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ കത്തനായിരുന്ന പടം ബ്രഹ്മാണ്ഡമായി നമ്മളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അതിനെപ്പറ്റി നല്ല ചർച്ചകൾ നടന്നായിരുന്നു. മീൻസ് സംസാരങ്ങളിൽ എവിടെയെങ്കിലും ഒരു കോൺഫിഡൻസ് ഒന്നും അതിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ അതിന്റെ ട്രെയിലർ കണ്ടിരുന്നു. ടീസർ വന്ന ടീസർ, അത് ടീസർ എന്ന് വിളിക്കാൻ പറ്റില്ല, അതിനൊരിക്കലും ടീസർ വിളിക്കാം. ട്രെയിലർ അല്ലേ, വലിയ ട്രെയിലർ, ബ്യൂട്ടിഫുള്ളി ഷോർട്ടായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ അതിന്റെ സിനിമാറ്റോഗ്രാഫർ നെയില്, ഞങ്ങൾ കുറെ പരസ്യങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കുറെ പരസ്യങ്ങൾക്ക് നെയിൽ ക്യാമറ ചെയ്തിട്ടുണ്ട്. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ക്യാമറമാനാണ്. ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച്, ലൈറ്റിംഗ് കൃത്യമായി പഠിച്ച്, അതിനെക്കുറിച്ച് ഉറങ്ങാതൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് അയാളുടെ വർക്കിൽ ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. അത് കാണാനുണ്ട്, ടീസറിൽ കാണാനുണ്ട്. പിന്നെ അത് കണ്ടപ്പോൾ മൊത്തത്തിൽ അതിന്റെ ആർട്ട് ഡയറക്ഷൻ പരിപാടികൾ, ജയസൂര്യ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ മലയാളത്തിൽ ഡ്രാമയും റിയലിസ്റ്റിക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ആർട്ടിസ്റ്റുകൾ കുറവാണ്. ഇപ്പോ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സിനിമയിൽ ലാൽ സാർ ചെയ്തിരിക്കുന്ന ഇത്തിക്കര പക്കി എന്നുള്ളതാണ്. അതിന് ഡ്രാമ ആവശ്യമുണ്ട്, അഭിനയം ആവശ്യമുണ്ട്. അവിടെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല. അവിടെ അഭിനയിക്കണം. ഒരു കണ്ണൊക്കെ അടച്ചു പിടിച്ച് ചാട്ടവാറ കയ്യിൽ വെച്ചുകൊണ്ട് അഭിനയിക്കണം. അപ്പം എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയുന്നത് ഫിലിം മേക്കേഴ്സിന് ഉറപ്പായിട്ട് മനസ്സിലാവും. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ രണ്ടും ചെയ്യാൻ പറ്റിയ ഒരു കുറവാണ്. ബിഹേവ് ചെയ്യൽ എളുപ്പമാണ്. ശരിക്കും ബിഹേവിയർ എളുപ്പമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് 4 പേർക്ക് നിങ്ങളുടെ 4 പേരുടെ സ്റ്റൈലാണ്. നിങ്ങൾ നിങ്ങളുടെ 4 പേരുടെ സ്റ്റൈലിൽ സംസാരിച്ചാൽ ബിഹേവിയറായി. അഭിനയം അതല്ല. അമ്പലത്തിൽ അച്ചൂട്ടിയായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റില്ല, അഭിനയിക്കണം. സേതുമാധവനായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല, അഭിനയിക്കണം. അത് അഭിനയം ഡിമാൻഡ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ ഒരു കഥാപാത്രമാണല്ലോ ഈ കായംകുളം കൊച്ചു, അല്ല മീൻ കടമറ്റത്ത് കത്തനാരെന്ന് പറയുന്നത്. അപ്പൊ അത് ജയൻ ഭംഗിയായിട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം ജയന് ആ വേഴ്സിറ്റാലിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ രണ്ടും, ആക്ടിങ്ങും റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയവും അല്ലാത്തതും നന്നായിട്ട് ഹാൻഡിൽ. നമുക്ക് നോക്കിയപ്പോൾ ആട് എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ആള് തന്നെയാണ് ഞാൻ മേരിക്കുട്ടിയായിട്ട് അഭിനയിച്ചത്, ഉണ്ണിയാളിനെ അഗപ്പത്തീസ് ചെയ്തത്, ഇയോബിന്റെ പുസ്തകത്തിലെ റാവുത്തറായിട്ട് അഭിനയിച്ചത്. ഞാൻ വളരെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം കൊള്ളാം, അയാൾക്ക് അർഹിക്കുന്ന സ്റ്റേറ്റ് അവാർഡ് തന്നെയാണ് നമ്മുടെ നാട് കൊടുത്തതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ടോട്ടാലിറ്റി ആ പടത്തിന് ഉണ്ടാവും. നല്ല സിനിമയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, നല്ല സിനിമ ആവട്ടെ. ഇത്രയൊക്കെയാണ് ജിസേട്ടന്റെ വിശേഷങ്ങള്. ഒരുപാട് ഒരു ഫിലിം വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തൊരു ഫീൽ, അതൊരു സിനിമ കണ്ടു കഴിയുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. നമുക്ക് എന്ത് കാര്യം നമ്മൾ മ്യൂച്വലി ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളിൽ നിന്ന് ഞാനും ചില കാര്യങ്ങൾ പഠിക്കുകയാണ്. ചില കുറെ കൂടെ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് കുറച്ചും കൂടെ നമുക്ക് എന്തുമാത്രം ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള അടിവരയിൽ ഉൾപ്പെടുകയാണ് അല്ലെ. നമുക്കത് അതിന് ആളുകൾ നമ്മളെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഏതൊരു ഫിലിം മേക്കറിന് ഒരു സംഗതി എഴുതാനിരിക്കുമ്പോഴോ ചിത്രീകരിക്കാൻ പോകുമ്പോഴോ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഫയർ കുറെ കൂടെ നല്ല സിനിമകൾ ചെയ്യാൻ എന്നെയും സഹായിക്കട്ടെ. ഞങ്ങളും ഒരുപാട് വെയിറ്റ് ചെയ്താണ് ഇരിക്കുകയാണ്. ഇനിയിപ്പം തലവൻ 2 വരുന്നു, അതുപോലെ ഇനി അതിനുശേഷം വരുന്ന ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അടുത്തൊരു സിനിമ ഇറങ്ങുമ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. ഒരുപാട് താങ്ക് യു സോ മച്ച്.